ഇന്നേ വരെ എൻ്റെ ലൈഫിൽ ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള ഡിസിഷൻ ഞാൻ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി ടേക്കിംഗ് സി എ ആസ് മൈ കരിയർ. സി എ ചൂസ് ചെയ്യുക എന്നത് തന്നെയാണ് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ളതും ചാലഞ്ചിങ് ആയിട്ടുള്ള ഡിസിഷൻ. പക്ഷെ സത്യം പറഞ്ഞാൽ സി എ എടുക്കുന്ന സമയത്ത് ഇത്രയും ടഫാണ് എന്ന് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും ടഫാവുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. കാരണം മൈ എക്സ്പെക്ടേഷൻ വാസ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം റിയാലിറ്റി. എൻ്റെ എക്സ്പെക്ടേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് എല്ലാ കാര്യങ്ങൾ കഴിയും, സി എ ഇന്ന സമയത്തിനുള്ളിലാകും എന്നൊക്കെ കുറേ ആഗ്രഹങ്ങൾ അതെല്ലാവർക്കും ഏതൊരു കോഴ്സ് എടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഏതൊരു കാര്യം ചെയ്യുന്ന ആൾക്ക് ഒരു എക്സ്പെക്ടേഷൻ കാണുമല്ലോ. സോ അതേപോലെ തന്നെ ഞാൻ ആ ഒരു എക്സ്പെക്ടേഷനിൽ എടുത്തൊരു ഡിസിഷനാണ് സി എ. ഇനി റിയാലിറ്റി എന്ന് പറയുന്നത് നീ സത്യം പറഞ്ഞാൽ പറയാൻ വാക്കുകൾ കുറവാണ്. എന്നെ ചോദിക്കും ഞാനത് ഇഷ്ടപ്പെടുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ റിയലി ലവ് ദിസ് ജേർണി. കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കംഫർട്ട് സോണിൽ ഒതുങ്ങിക്കൂടി ഇരിക്കുക എന്നുള്ളതല്ല, ഒരു ടൈമിൽ എനിക്ക് അതായിരുന്നു വേണ്ടുന്നത്. ലൈക്ക് എനിക്ക് ഒരു ചാലഞ്ച് ഒന്നും വേണ്ട, ലൈക്ക് സ്മൂത്ത് ആയിട്ടെല്ലാം കാര്യങ്ങൾ പോയാൽ മതി, ഹാപ്പി ആയിട്ട് എപ്പോഴും ഇരുന്നാൽ മതി. പക്ഷേ മെച്യൂരിറ്റി എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവും ആ ഒരു ചാലഞ്ച്, ആ ഒരു ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിലേ നമുക്ക് ലൈഫിലെ പല കാര്യങ്ങളുടെ വാല്യൂ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. എല്ലാവരുടെ ലൈഫിൽ ആ ഒരു ഡിഫിക്കൽട്ടീസ് അറിഞ്ഞ് വരുന്നവർ ഇല്ല. ചിലവരുടെ ലൈഫ് വളരെ സ്മൂത്തായിരിക്കും, ചിലവരുടെ ലൈഫിൽ ഭയങ്കര കഷ്ടപ്പാടായിരിക്കും, അത് കുറേ നാളുകൾക്ക് ശേഷം അത് മാറത്തില്ല. ചിലവരുടെ ലൈഫ് ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും. സോ നമുക്കറിയാം എല്ലാവരുടെ ലൈഫ് ഒരേപോലെ അല്ല. അപ്പം ഞാൻ ആഗ്രഹിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരിക്കലും സ്റ്റോപ്പ് ആകരുത് എൻ്റെ ഒരു ഗ്രോത്ത്. ലൈക്ക് നമ്മളൊരു ഫേസിൽ നിൽക്കുമ്പോൾ അവിടെ തന്നെ നിന്ന് പോകുക, അതാണ് ഏറ്റവും വലിയ റിസ്ക് ലൈഫിലെ. നമ്മളെപ്പോഴും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കണം. സോ അത് എനിക്ക് എൻഷുർ ചെയ്ത് തന്ന സി എ ആണ്. ഈവൻ ദോ കുറേ ഡിഫിക്കൽട്ടീസ് ഞാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറം കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് അതിനകത്തുനിന്ന് ഗോ ത്രൂ ചെയ്യാനുള്ള സ്ട്രെങ്ത് ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി തന്ന സി എ ആണ് തന്നെ.